ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അതുപോലെ തന്നെ റെസനേറ്റ് ആവുന്നവരെടുക്കണം, എല്ലാവരും വിട്ടേക്കണം. പിന്നെ ടൈംലെസ് ആണ്, അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ, അത് വേണ്ട പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും കമൻറ്റ്സ് കാണുന്നുണ്ട്, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നാൽ ഇന്നലെ ഒരാൾ എന്നോടത്തൊരു നിർദ്ദേശം കൂടെ വെച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാവില്ലേ എന്ന്. അപ്പോൾ ആ ക്ലൂസ് കൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ച് സന്തോഷം വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എനിക്ക് ഇത്തിരി സമയം വേണം, കാരണം ഞാൻ പ്രിപ്പയർഡ് ആവണം. കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ഇതിനിടയിലാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അതിന് ശ്രമിക്കാം. പിന്നെ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതേ ഉള്ളൂ. അതായത് പിന്നെ നിങ്ങളുടെ വ്യക്തി പറയുകയാണ്, നമ്മളുടെ മോശമായ ഈ സമയവും കടന്നു പോകും, നമുക്ക് തിരിച്ച് നമ്മുടെ നല്ല നാളുകൾ, ആ പ്രതീക്ഷയുടെ നല്ല നാളുകൾ നമ്മളിലേക്ക് കടന്നു വരും, അതെനിക്ക് ഉറപ്പാണ് എന്നാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം അതിൽ സത്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതുവരെ എന്തായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് പിരിയാൻ കാരണം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബാലൻസിങ് എന്നാണ്. അപ്പം ഒരു ഡിസിഷൻ എടുക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് കാണിക്കുന്നുണ്ട്. കാരണം അവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു, പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല എന്നാണ്. അപ്പോൾ അവിടെ തേർഡ് പാർട്ടിയുടെ ഒരു ശക്തമായ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 8 ഓഫ് വൈൻസ് വന്നിട്ടുണ്ട്, ഇൻഫാക്ച്വേഷൻ ആൻഡ് ഒബ്സസ്ഡ് ലവ്. അപ്പം ആ തേർഡ് പാർട്ടിയുമായിട്ട് എനിക്കൊരു മതിമോഹം പോലെ, അല്ലെങ്കിൽ ഒരാസക്തി വളരെ കൂടുതൽ ഉണ്ടായിപ്പോയി. അതിന് എൻ്റെ ഭാഗത്ത് വന്ന വളരെ വലിയ ഒരു വീഴ്ചയാണ് എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ അതിൽ പെട്ടുപോയി എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം ഒരു ക്രോസ് റോഡിൽ അകപ്പെട്ടിരിക്കുന്നു, വളരെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്കായിരിക്കുമല്ലോ, അപ്പോൾ അപ്പുറത്ത് വേറൊരാളുള്ളതുകൊണ്ട് ഈ ക്രോസ് റോഡിൽ അകപ്പെട്ടതും എംപ്റ്റിനെസ് ഫീൽ ചെയ്തതും നിങ്ങൾക്ക് ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കത് സംഭവിച്ചു എന്ന് ഈ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ 2 ഓഫ് സ്വോർഡ്സ്, റീസൺമെൻറ്റ് ആൻഡ് ഡെനിയൽ. അപ്പം നമുക്കിവിടെ 2 ഓഫ് സ്വോർഡ്സ് ആണ് വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു, ഇവിടെ ബുദ്ധിമുട്ടുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞത് കാരണമാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നത്. നിങ്ങൾ ഈ കൺഫ്യൂഷനിൽ നിൽക്കുന്നു, ക്രോസ് റോഡിൽ അകപ്പെട്ട പോലെ നിൽക്കുന്നു. നിങ്ങൾ മാനസികമായി സംഘർഷത്തിലാണ്. നിങ്ങൾ വളരെയധികം വേദനയും വിഷമവും നിങ്ങൾ അനുഭവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കടന്നുപോയി എന്നാണ് കാണിക്കുന്നത്. എനിക്കിനി ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിഷമങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ഇടയിൽ സംഭവിച്ചു. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ അന്യോന്യം ഒരുപാട് കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സത്യത്തെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ നിങ്ങളോടത് മറച്ചു വെക്കുകയും ചെയ്തു എന്നാണ്. കാരണം വെച്ചാൽ കൂടുതൽ കാലം പിന്നെ അത് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിപ്പോയി ലൈഫിൽ, അങ്ങനെ വന്നിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വിഷമം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഞാനതിൽ പെട്ടുപോയതാണ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ആ സമയത്ത് നമ്മൾ തമ്മിൽ ഈ വക വിഷയങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയി എന്നാണ് കാണിക്കുന്നത്. ഡിറ്റാച്ച്മെൻറ്റ് വന്നിരിക്കുന്നു നിങ്ങൾക്ക്. കാരണം എനിക്ക് ഇനി ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അങ്ങനെയാണല്ലോ, നമുക്ക് ബാക്കിയെല്ലാം സഹിക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരികയും നിങ്ങൾ ഇതിൽ നിന്ന് പിരിഞ്ഞ് പോയി കുറച്ച് കാലത്തേക്ക് സെൽഫ് ലവ് ചെയ്യുകയും നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ ആ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്ന് നോക്കാം. എന്നാൽ ഇതിനൊരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യം. മോശം കാലങ്ങൾ നമുക്ക് വന്നിരുന്നു, ആ മോശം കാലം എന്നിൽ നിന്ന് അകന്നു പോകുമെന്നും നമുക്ക് പുതിയൊരു ജീവിതം നമുക്ക് ലഭിക്കുമെന്നാണ് അതിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ദ ഡച്ച്, മിസറബിൾ ചേഞ്ചസ് ആൻഡ് എൻഡിങ്. അപ്പം വളരെയധികം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു
എന്താ പറയുക, ഒരു വല്ലാതെ മാനസിക സംഘർഷത്തിലൊക്കെ അകപ്പെട്ടിരുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്ന് ചേഞ്ച് വരാൻ പോകുന്നു, ഒരു എൻഡിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വിഷമങ്ങളാണ് എന്ന് നോക്കാം. ഇവിടെ ദ എംപററിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു പിന്നെ തലക്കനമുള്ള ആളാണ് എന്ന് കാണിക്കുന്നു. കുറച്ച് തലക്കനമുള്ള ആളാണ്. അതുപോലെ തന്നെ എല്ലാം അംഗീകരിച്ച് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് പല പല ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ അതോറിറ്റി കീപ്പ് ചെയ്ത് തന്നെയാണ് നിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അതോറിറ്റി കീപ്പ് ചെയ്തു. എനിക്ക് മനസ്സിലായി, കുറച്ച് കാലം ഞാൻ അതിൽ പെട്ടുപോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് ഞാൻ ഈ അവസ്ഥയിലേക്ക് വന്നു എന്നാണ്, അതായത് എംപററിൻ്റെ അവസ്ഥയിലേക്ക് വന്നു എന്നൊക്കെ പറയുകയാണ്. എനിക്ക് അതൊക്കെ മനസ്സിലായി, എന്നെ വീഴ്ത്തിയതാണ്, അല്ലെങ്കിൽ എന്നെ വശീകരിച്ചതാണ്, ഹി ഓർ ഷീ കേട്ടോ, ആർക്ക് വേണമെങ്കിലും. അപ്പോൾ അതാണ് എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നീട് ഈ രീതിയിലാണ് നിന്നിരുന്നത് എന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളോട് വളരെ ഹൃദയഭേദകമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വളരെ കൺസിസ്റ്റൻറ്റ് ആയിട്ടുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു നമ്മളുടേത്. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ ബന്ധം ഇതായിരുന്നു. അപ്പുറത്തുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ബന്ധം ഇതായിരുന്നു. ആ ബന്ധത്തെ നഷ്ടപ്പെടുത്തി ആ ഒരു മതിമോഹം കൊണ്ട് ഞാൻ പെട്ടുപോയി, ഞാൻ വീണുപോയി, ഒക്കെ ശരി തന്നെയാണ്. എങ്കിലും ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഇതാണ് അവസ്ഥ. എനിക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ അതിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം എനിക്കതിന് കഴിയില്ല, അത് കൊണ്ടുപോകാൻ ഇനി കഴിയില്ല. ആ ക്രോസ് റോഡിൽ നിൽക്കാൻ എനിക്കിനി സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഗ്രൗണ്ടഡ് ആൻഡ് സെക്യൂർഡ് ലവ്. കഴിഞ്ഞതൊക്കെ നീ മറക്കണം, എല്ലാം നീ എന്നോട് മറക്കണം, പൊറുക്കണം. എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, ആ വീഴ്ചയെ നീ മനസ്സിലാക്കണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, പിന്നെ താഴ്മയോടുകൂടി. കാരണം വെച്ചാൽ വളരെ വിനയാന്വിതനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരാൾക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തല പൊന്തിച്ച് നിൽക്കാനും അവിടെ തലക്കനം കാണിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വളരെയധികം മാറിയിരിക്കുന്നു, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞാനിവിടെ അതിനെ ഡിഫൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഡിഫെൻസീവ് ആൻഡ് അസേർട്ടീവ് ആണ്. ഞാൻ അതിൽ എന്തായി? ഡിഫെൻസീവാണ്. നമ്മുടെ ബന്ധത്തിൽ അസേർട്ടീവാണ്. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ അസേർട്ടീവാണ്, അപ്പുറത്ത് ഡിഫെൻസീവാണ്. അതിനെ ഞാൻ ചെറുത്ത് നിൽക്കുകയാണ് അപ്പോൾ. കാരണം അതിനി എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത്. കോൺവെർസേഷൻ പറയുന്നുണ്ട്, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ പിരിഞ്ഞിരിക്കുന്ന ഒരാളുകൾ, ബ്രേക്കപ്പ് മാത്രമല്ല, ഒരു സെപ്പറേഷൻ, ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് കാലമായിട്ട് നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നു. എനിക്ക് നിന്നെ വിളിക്കണം, നീ എന്നോട് സംസാരിക്കാൻ തയ്യാറാവില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് പുള്ളിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെയ്തു പോയ അപരാധം അല്ലെങ്കിൽ തെറ്റ് അതെൻ്റെ ഭാഗത്തുണ്ട്. അത് വെച്ചിട്ട് വിരിഞ്ഞു പോയി, ഇനി എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം നിർത്തി സെൽഫ് ലവ് എടുത്ത് നിങ്ങൾ പോയി. ഓക്കെ. പക്ഷേ ഇവിടെ വീണ്ടും നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നും നിങ്ങളുമായിട്ട് ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ കണക്ഷൻ ഫിക്സ് ചെയ്യണം. മെൻഷനാണ് വന്നിരിക്കുന്നത്. ഐ വാണ്ട് ടു ഫിക്സ് കണക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കണക്ഷൻ ഒന്ന് ഉറപ്പിക്കണം. ഇപ്പോൾ ഇവിടെയും നമുക്ക് അസേർട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബന്ധം. അപ്പോൾ ഇവിടെ അത് എടുത്ത് പറയുന്നു, ക്ലാരിറ്റി പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമാണ്, ഇപ്പോൾ അത് ആവശ്യമാണ് നമുക്ക്. കാരണം വെച്ചാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു. ന്യൂ ചാപ്റ്റർ, ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. അതിൽ നിന്ന് ഞാൻ മൂവ് ഓൺ ആകുകയാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനത് മൂവ് ഓൺ ചെയ്ത് നിന്നിലേക്ക് വരും എന്നാണ്. അപ്പോൾ ഒരു പുതിയ അധ്യായം നമുക്കിവിടെ തുടങ്ങാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെക്കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസ് വരുമ്പോഴൊക്കെ ഞാൻ അത് കാണാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ നിങ്ങളുടെ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് പോയ കാലം പിന്നെ പോട്ടെ,
പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമുക്ക് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാം, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പോകാം. അതിങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ ആ ഒരു പിന്നെ സന്തോഷം, നിൻ്റെ സമാധാനം എനിക്കറിയാം. എന്താണെന്ന് നഷ്ടപ്പെടുത്തിയത് ഞാനാണെന്ന് എനിക്കറിയാം. വീണ്ടും അത് തിരിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളോടിത് പറയുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയ കാർഡ്സൊക്കെ ഇതാണ്. അപ്പം നമുക്ക് എന്താണ് പിന്നെ എല്ലാവർക്കും ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നൊന്നും എനിക്കറിയില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.